നമുക്ക് ഒരു ഹദീസ് കേൾക്കാം. മഹദിയായിരിക്കുന്ന അബൂ തൽഹയുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ആരിൽ നിന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അൻ ആയിഷത്ത ബിൻതി ത്വൽഹ റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറയാണ്, അഖ്ബറത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി പറഞ്ഞു കൊടുത്ത ഒരു ഹദീസ് അവർ പറയാണ്. ഖാലത്ത്, എന്താണ് ആയിഷ ബീവി പറഞ്ഞു കൊടുത്തത്? ഖുൽതു യാ റസൂലല്ലാഹ്, ആയിഷ ബീവി പറയാണ്, ഞാൻ അള്ളാന്റെ റസൂലിനോട് ഒരിക്കലും ചോദിച്ചു, പരിശുദ്ധ റസൂലെ, അലാ നഖ്റുജു ഫനുജാഹിദു മഅക, ഞാൻ അങ്ങയുടെ കൂടെ അങ്ങ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയം ഞാൻ അങ്ങയുടെ കൂടെ യുദ്ധത്തിന് വരട്ടെ എന്ന് ആയിഷ ബീവി റസൂലിനോട് ചോദിക്കുകയാണ്. അവിടുത്തെ ഭർത്താവിനോട്, റസൂലിനോട് ചോദിക്കുകയാണ് ആയിഷ ബീവി. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ലാ അറാ അമലൻ ഫിൽ ഖുർആനി അഫ്ളലു മിനൽ ജിഹാദ്, ജിഹാദിനേക്കാൾ അഫ്ളലായിരിക്കുന്ന ഒരു അമല് ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല് ജിഹാദാണല്ലോ. അതുകൊണ്ട് നബി, അങ്ങയുടെ കൂടെ യുദ്ധത്തിന് അങ്ങ് പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ. ഖാല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ, അങ്ങനല്ല, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല് ജിഹാദല്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലാ, അങ്ങനല്ല, എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ട്, അങ്ങനെയല്ല സംഭവം. വലാകിന്ന അഹ്സനുൽ ജിഹാദി വ അജ്മലുഹു ഹജ്ജുൽ ബൈത്തി ഹജ്ജുൻ മബ്റൂർ, എന്നാൽ ജിഹാദിനേക്കാൾ ഏറ്റവും അഹ്സനായിരിക്കുന്ന ഏറ്റവും നല്ലൊരു അമല് ഞാൻ എനിക്ക് പറഞ്ഞു തരട്ടെ. ഏറ്റവും ഭംഗിയുള്ള ഒരു അമല് ഹജ്ജുൽ ബൈത്തി ഹജ്ജുൻ മബ്റൂർ, പരിശുദ്ധ കഅബാലയത്തിങ്കിൽ ചെന്നിട്ട് സ്വീകാര്യോഗ്യമായിരിക്കുന്ന ഹജ്ജ് നിർവഹിക്കലാണ് ജിഹാദിനേക്കാൾ ഏറ്റവും പുണ്യമുള്ള അമല്. അപ്പൊ ഹജ്ജ് ഉംറ എന്നുള്ളത് വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന കണക്കല്ലാത്ത കൂലി, ഇഖ്ലാസോടുകൂടെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കണക്കല്ലാത്ത പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന വലിയ പുണ്യമേറിയിരിക്കുന്ന അമലാണ് ഹജ്ജ് ഉംറ എന്ന് പറയുന്നത്. അല്ലാഹു തആല അതൊക്കെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.